ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിശ്രേഷ്ഠരായ അപ്പച്ചന്മാരുടെ പിതാക്കന്മാരുടെയും ശ്രേഷ്ഠരായ മറ്റു നടത്തിപ്പുകാരുടെയും ശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയൊക്കെ മുൻപിൽ ഈ ബലഹീനനായ എന്നെയും നിർത്തിയിരിക്കുന്ന അവിടുത്തെ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രശംസിപ്പാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല. കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. ഇന്നയോളം എൻ്റെ കർത്താവിനെ നടത്തിയ അവിടുത്തെ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇവിടെ നാം ഇളക്കമുള്ള രാജ്യത്തെക്കുറിച്ചും ഇളക്കമില്ലാത്ത രാജ്യത്തെക്കുറിച്ചും വായിച്ചു കേൾപ്പാൻ ഇടയായിത്തീർന്നു. ഇളക്കമില്ലാത്തതോ നിലനിൽക്കേണ്ടതിനോ നിർമ്മിതമായ ഇളക്കമുള്ളതിനോ മാറ്റം വരും. അതേ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സകല ചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയ ദൈവം ഇന്നു കാണുന്ന ഈ നിർമ്മിതമായിരിക്കുന്ന പ്രപഞ്ചത്തെ ഒരു ദിവസം മാറ്റും. അതിനുശേഷമായി ഇളക്കമില്ലാത്ത ഒരു രാജ്യം നിലവിൽ വരുമെന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചു കേട്ടത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താരാ സുരപാരാവാര പർവ്വത സമൂഹം എന്നാണ്. ഈ പ്രപഞ്ചത്തെ താരാ സുര പാരാവാര പർവ്വതം എന്നാകുന്നു. അപ്പോൾ ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ വാക്കിനാൽ ഉരുവാക്കപ്പെട്ടു. ഇതോ ഒരു ദിവസം മാറും. ഇളക്കമില്ലാത്ത ഒന്നോ വരുവാൻ പോകുന്നു. സ്തോത്രം. ഇവിടെ ദൈവമാണോ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവെന്ന് നാം വചനത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. ദൈവമാണ് ഇതിൻ്റെയൊക്കെയും സകലത്തിൻ്റെയും ശില്പി. എന്നാൽ ഈ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്താലല്ല ഒരു സുപ്രഭാതത്തിൽ ഉളവാക്കപ്പെട്ടു എന്നോ പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വചനം പറയുന്നു, ഇതിൻ്റെ പിന്നിൽ ഒരു ശില്പിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം എഴുതിയത് നമുക്കറിയാം. ഭക്തനാകുന്ന മോശയാണല്ലോ. മോശയെക്കുറിച്ച് നാം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു. മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. മോശ പഠിച്ചതോ മിസ്രയീമ്യ സ്കൂളിലാണ്. അവിടുത്തെ ആ സ്കൂളിലെ പഠനമനുസരിച്ച് ഈ പ്രപഞ്ചം ഉണ്ടായതോ ആകാശത്തോ ചുറ്റിക്കറങ്ങുന്ന ഒരു മുട്ട, ഒരു അണ്ഡമുണ്ടോ, അതിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായെന്നാണ് മിസ്രയീമ്യ സ്കൂളിലുള്ളതായ പഠനം. മാത്രമല്ല, മനുഷ്യോൽപത്തി അവിടെയുള്ളതായ ആ നൈൽ നദിയുടെ തീരത്തോ അടിഞ്ഞുകൂടുന്ന
എക്കൽ തടാകത്തിൽ നിന്നും ഉരുവാക്കപ്പെടുന്ന വെളുത്ത പുഴുക്കൾ. ആ പുഴുക്കളിൽ നിന്നുമാണ് മനുഷ്യനുണ്ടായതെന്നാണ് മിസ്രൈം സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ സ്കൂളിൽ പഠിച്ചതായ ഈ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ, സൃഷ്ടിയെക്കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതാതെ ഉൽപ്പത്തി 1:1 കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരു ഭാഗത്തോ താൻ പഠിച്ചതോ അത് എഴുതാതെ എന്തുകൊണ്ട് ദൈവത്തിന്റെ പേരോ അവിടെ കൊടുക്കുവാനിടയായി തീർന്നു? അതിന്റെ ഉത്തരം നമുക്കറിയാം. യെശയ്യാവിന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ പുസ്തകമാണോ ഈ കാണപ്പെടുന്ന പുസ്തകം? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഇത് യഹോവയുടെ പുസ്തകമാകുന്നു. ആകയാൽ മോശയെ നീ പഠിച്ചത് എഴുതേണ്ടതല്ല, പിന്നെയോ എന്റെ പുസ്തകമാണോ, എന്റെ ആത്മാവിൽ ഞാൻ നിന്നെ കൊണ്ടോ എഴുതിക്കും. ആദിയിൽ ദൈവം ആകാശവും സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉളവാക്കിയ ആ ദൈവത്തിനോ ഈ പ്രപഞ്ചത്തെ, ഈ ചരാചരങ്ങളെ ഒരു ദിവസം അതോ നീക്കുവാൻ, അതിന് ഇളക്കം വരുത്തുവാൻ കഴിയും എന്നാണല്ലോ നാം ഇവിടെ വായിച്ചു കേട്ടതോ. സ്തോത്രം. നമുക്കറിയാം ദൈവമാണ് ഇതിന്റെ ശില്പി. എങ്കിലും ഒരിക്കൽ കൂടെ ആ ദൈവത്തിന്റെ സൃഷ്ടിയെ നാം ഒരു പാട്ടിന്റെ 4 വരിയിൽ കൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആദിയും നീയേ, അന്തമും നീയേ, അഖില ചരാചര കാരണൻ നീയേ. ആദിയും നീയേ, അന്തമും നീയേ, അഖില ചരാചര കാരണൻ നീയേ. മഹിതല പാലക അനുപമദേവ, തുംഗപ്രതാപാ നമോ ത്രിയേക, ചിന്മയ രൂപാ നമോ, ചിന്മയ രൂപാ നമോ, നമസ്തുതേ തുംഗപ്രതാപാ നമോ. ആദിയും നീയേ, അന്തമും നീയേ, സകല ചരാചര കാരണൻ നീയേ. അപ്പോൾ ദൈവമാണോ ഈ സകല ചരാചരങ്ങളെയും ഉളവാക്കിയത്? ഈ ഉളവാക്കിയ ദൈവം, ആ ദൈവത്തെ നാം ഒന്ന് മനസ്സിലാക്കുവാൻ യുഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ യുഗം അനാദികാല യുഗം എന്ന് കാണുവാൻ കഴിയും. എന്താണ് അനാദികാല യുഗത്തിന്റെ പ്രത്യേകത? ആദികാലങ്ങൾക്ക് മുൻപേ ഉള്ള യുഗമാണ് അനാദികാലം. അതുകൊണ്ടാകുന്നു ഭക്തനാകുന്ന മോശ തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മരണത്തിൽ ഇപ്രകാരം പറയുന്നു. 90-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, നീ ആദികാലങ്ങൾക്ക് മുൻപേ നീ അനാദിയായും നീ ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ ആദ്യത്തെ യുഗം എന്ന് പറയുമ്പോൾ ആദി ഇല്ലാത്ത, അന്തവും ആദിയുമില്ലാത്ത ഒരു യുഗം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ ദൈവമാകുന്നു, അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ അനാദികാലത്തോ ആര് ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, അനാദികാലത്തോ ത്രിയേക ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രിയേക ദൈവം, അതാണ് അനാദികാലത്തിന്റെ പ്രത്യേകത. സ്തോത്രം. എന്നാൽ ഈ ദൈവം ഒരിക്കൽ സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് നാം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. മാത്രമല്ല, ദൈവം ഈ സ്വർഗത്തിലും ഈ ഭൂമിയിലും വസിക്കുവാൻ അനേക ദൂതന്മാരെ അവിടെ സൃഷ്ടിച്ചു എന്ന് കാണുവാൻ കഴിയും. ഈ സ്വർഗത്തിലും ഈ ഭൂമിയിലും ദൈവം അനേക ദൂതന്മാരെ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അനേക ദൂതന്മാരെ
ദൂതന്മാരെ സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ ഈ ദൂതന്മാർക്കൊരു പരീക്ഷാ കാലഘട്ടമുണ്ടായിരുന്നു. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്കറിയാത്ത ഒരു സുപ്രഭാതത്തിൽ ഈ ദൂതന്മാരുടെ ഹൃദയത്തിൽ ചില ദൈവത്തിന് വിരോധമായിട്ടുള്ള ചില ചിന്തകൾ കടന്നു വന്നതുകൊണ്ടോ നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയും യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും കാണുന്നു. ഭൂതകാലത്തോ ഈ മനോഹരമായ ജീവിയുടെ ഹൃദയത്തിൽ ഒരു ദുഷ്ടചിന്ത കടന്നു വന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നീതികേട് കണ്ടതുവരെ. ആ വാക്യം ദയവായി വായിക്കണം. 28-ന്റെ 15-ാമത്തെ വാക്യം വായിക്കും. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നീതികേട് കണ്ടതുവരെ. അപ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാരുടെ ഹൃദയത്തിൽ നീതികേട് കടന്നു വന്നപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. അവരാണ് പിശാചുക്കളെന്നോ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കാണുവാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ ശിക്ഷയേറ്റതായ ഈ ദൂതഗണങ്ങൾ ഇവരോ പിശാചുക്കളായി മാറ്റപ്പെട്ടു. ദൈവം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പിശാചും ഒരു യാഥാർത്ഥ്യമാണെന്നോ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പിശാചും ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവം പിശാചിനെ ഉണ്ടാക്കിയില്ല, എന്നാൽ ഈ ദൂതഗണങ്ങൾ പിശാചുക്കളായി മാറ്റപ്പെട്ടു. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം പിശാചുണ്ട്. ഒരു നമ്പൂതിരിയോട് ഒരു വ്യക്തി ചോദിച്ചു, നമ്പൂതിരി, ഭൂതമുണ്ടോ പിശാചുണ്ടോ? പലരും പറയുന്നു പിശാചില്ല, ഭൂതമില്ല. നമ്പൂതിരി എന്താണ് പറയുന്നതോ? എൻ്റെ ഭഗവാനെ, തൊട്ട് മുമ്പിൽ നിൽക്കും ഞാൻ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, പിശാചുണ്ട്, ഭൂതമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പിശാചും ഒരു യാഥാർത്ഥ്യമാണ്. പിശാചിനെ കുറിച്ച് വചനം പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ ദൈവമാകുന്നു. അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ആകാശത്തിന്റെ അധികാരിയാകുന്നു. ആകാശത്തിലെ അധികാരിയാകുന്നു. മാത്രമല്ല എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ദുഷ്ടനാകുന്നു. അവൻ ആകാശത്തിന്റെ അധികാരിയാകുന്നു, ഈ ലോകത്തിൽ ദൈവമാകുന്നു. അവൻ ദുഷ്ടനാകുന്നു. മാത്രമല്ല 2 തെസ്സലോനിക്കർ 2-ന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ അധർമ്മത്തിന്റെ മൂർത്തിയാകുന്നു. ധർമ്മത്തിന്റെ അല്പം പോലും കണികയില്ലാത്തതായ ഈ വ്യക്തി അധർമ്മത്തിന്റെ മൂർത്തിയാകുന്നു. സ്തോത്രം. ഇനി നാം ഈ കുറുവാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം പുതുക്കി പണിതതായ നിഷ്പാപയുഗത്തിൽ ആദാമും ഹവ്വയും വസിച്ചതായ ആ ഒരു രാജ്യത്തെക്കുറിച്ചും, രണ്ടാമതായി ഇന്ന് ഇളയിക്കൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തെക്കുറിച്ചും, മൂന്നാമതായി ഇളക്കമുള്ള ഈ ലോകത്തിൽ ഇളക്കമില്ലാത്തൊരു ആത്മീക രാജ്യത്തെക്കുറിച്ചും, അവസാനമായി ഒരിക്കലും ഇളക്കം വരാത്ത നിത്യരാജ്യത്തെക്കുറിച്ചും ചുരുക്കമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി ദൈവം ഒരുക്കിയതായ, രൂപാന്തരപ്പെടുത്തിയതായ ആ ഒരു രാജ്യം, ആദമും ഹവ്വയും വസിച്ചതായ ഈ രാജ്യം. എന്നാൽ ഈ ദൂതന്മാരോ പിശാചുക്കളായി വീണു. ആ വീഴ്ചയുടെ ഫലമായി ഈ ഭൂമി പാഴും ശൂന്യമാക്കപ്പെട്ടു.
മലയാള പുസ്തകത്തിൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നാണോ? എന്നാൽ അതിനല്പം വിവർത്തനത്തിൽ ഒരു വ്യത്യാസമുണ്ടോ? ഉൽപ്പത്തി 2:7 നാം വായിക്കുന്നു, ദേഹിയായി തീർന്നു. ഉൽപ്പത്തി 4:20 നാം വായിക്കുന്നു, പിതാവായി തീർന്നു. അപ്പോൾ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നല്ല, തീർന്നു. ഈ വീഴ്ച നിമിത്തമായി ഈ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അങ്ങനെയുള്ളതായ ഭൂമിയെ ദൈവം 6 ദിവസം കൊണ്ട് പുനഃസൃഷ്ടിച്ചു. അതിനെ ഒന്ന് മോടി പിടിപ്പിച്ചിട്ടോ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ളതായ മനുഷ്യരെ അവിടെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് നാം കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ടാകുന്നു നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സകല ചരാചരങ്ങളെയും അനുഗ്രഹിച്ചു. ആദമും ഹവ്വയും മറ്റോ എല്ലാ സൃഷ്ടിജാലങ്ങളും വളരെ സന്തോഷമായി, വളരെ സമാധാനമായി ജീവിക്കുന്ന ഒരു രാജ്യമാണോ 1-ാമത്തെ രാജ്യം? അതോ ഇളക്കമില്ലാത്തൊരു രാജ്യമാകുന്നു? ദൈവത്തിന്റെ സ്തോത്രം. 2-ാമത്തെ രാജ്യം ഇന്നത്തെ ഈ ലോകം, ഇളക്കമുള്ളതായ ഈ ലോകം. ഇന്നത്തെ ലോകത്തിന് എങ്ങനെയാണ് ഇളക്കം സംഭവിച്ചതോ അതിനെക്കുറിച്ച് പല ഉത്തരങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. ഹിന്ദു പുരാണം പറയുന്നത് ഈ ഭൂമിയെ 1000 തലയുള്ള അനന്തൻ എന്ന് പറയുന്നൊരു മഹാസർപ്പവും ആദികുർമ്മമാകുന്ന ആമയും ദിഗ്ഗജതകളും ചേർന്നു ഈ ഭൂമിയെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കാൻ. 1000 തലയുള്ള അനന്തൻ ഇത് പറയുന്ന മഹാസർപ്പം, ആദികുർമ്മമാകുന്ന ആമ, ദിഗ്ഗജങ്ങൾ ചേർന്നു ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഭൂമി കുലുക്കം ഉണ്ടാകാറുണ്ട്. അതിന്റെ ഉത്തരം എങ്ങനെയാണ് പറയുന്നത്? ഈ മഹാസർപ്പം ഇടയ്ക്ക് അല്പം മദ്യപിക്കാറുണ്ട്. ഈ അല്പം മദ്യപിക്കുമ്പോൾ ഈ ഭൂകമ്പ മാപിനിയിൽ ചെറുതായിട്ടൊരു കുലുക്കുമേ വരികയുള്ളൂ. എന്നാൽ ചില സമയത്തോ തല നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള കുലുക്കം വരും. അതിന്റെ അർത്ഥം ഇത് കൂടുതലായി മദ്യപിക്കുന്നതാണ്. ഇതാണോ ഈ പുരാണം പറയുന്നത്? എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? ഈ ഭൂമിക്കോ എങ്ങനെയാണ് ഇളക്കം സംഭവിച്ചത്? ഒരു കാലത്തോ ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ സ്തുതിച്ച ആദമും ഹവ്വയും സകല സൃഷ്ടിജാലങ്ങളും അനുഗ്രഹത്തോടെ ജീവിച്ചതായ ആ ഭൂമിക്കോ എങ്ങനെയാണ് ഇളക്കമുണ്ടായതോ, എങ്ങനെയാണ് കുലുക്കമുണ്ടായതോ അതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ഉത്തരം കാണുവാൻ കഴിയും. എന്താണ്, എങ്ങനെയാണോ ഈ ഭൂമിക്കോ ഇളക്കമുണ്ടായതോ? ഞാനൊരു ഇതിനോട് ചേർത്ത് പറയുവാൻ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ കടന്നു വരികയുണ്ടായി. മലയാള മനോരമയിൽ ശുഭദിനം എന്ന് പറയുന്ന ഒരു ഭാഗം എല്ലാ ദിവസവും കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കണ്ടത്. ഒരു ദിവസം കള്ളം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ വീട് വിട്ടിറങ്ങി തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് സത്യം എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടി. രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടു. കള്ളവും സത്യവും തമ്മിൽ കണ്ട് സംസാരിച്ചു. രണ്ടുപേരും ചേർന്ന് വീണ്ടും ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു കിണർ കണ്ടു. ഉടനെ കള്ളം പറഞ്ഞു, നാം അല്പനേരമായല്ലോ നടന്ന് ക്ഷീണിച്ചല്ലേ വരുന്നതോ, നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് പോയാലോ? ശരിയാണ്. രണ്ടുപേരും ഈ കിണറ്റിലിറങ്ങി അവർ നന്നായിട്ടൊന്ന് കുളിച്ചു. കുളിയുടെ ആ സമയത്ത് കള്ളം ആദ്യം കരയ്ക്ക് കയറി വന്നു. സത്യത്തിന്റെ വസ്ത്രം കള്ളം എടുത്ത് ധരിച്ചു. ഈ സത്യത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് കള്ളം നടന്നു പോകുകയാണ്.
പാപം സത്യം കയറി വന്നു. തിരിച്ചറിയാതെ കള്ളത്തിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് അണിഞ്ഞു മുൻപോട്ട് പോയി. അതാണ് വചനം പറയുന്നു, പിശാചുതാനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇളക്കമില്ലാത്തതായ ആ രാജ്യത്തെ ഇളക്കുവാൻ അവൻ എന്തു ചെയ്തു? അവന്റെ തനിനിറത്തോടുകൂടെ ഏദെൻ തോട്ടത്തിലേക്ക് വന്നാൽ അവിടെ ആരും നിൽക്കില്ലെന്നറിയാം. നമുക്ക് ആരാധനയ്ക്കോ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഉണർത്താറുണ്ടോ? പിശാച് മുഴുബലത്തോടെ പോരാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനും അറിയാം, എന്നെക്കുറിച്ച് പറയും. ശരി, ഒരു കാര്യം ചെയ്യാം, എന്നെക്കുറിച്ച് പറയുമല്ലോ, ഞാൻ ഇന്ന് പോവുകയാണോ? കത്തുന്ന 2 കണ്ണോ, കൊമ്പോ, പിന്നെ ഓമ്പല്ലോ, കറുത്ത നിറം, വാലും ചുരുട്ടി വന്നാൽ ആരും ഇരിക്കുകയില്ല. അതുകൊണ്ട് അവൻ വരുന്നത് മറ്റൊരു വിധത്തിലാകുന്നു. പിശാച് താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ആ പരിശുദ്ധമായ ലോകത്തെ ഇളക്കി മറിക്കുവാൻ അവൻ മറ്റൊരു വേഷത്തിൽ കടന്നു വന്നു. സ്തോത്രം. നാം ലോകത്തിൽ അനേക പ്രമാദമായ കേസുകളൊക്കെ അത് ലോകത്തിൽ വായിച്ചു കേട്ട് പരിചയമുള്ളവരാണ്. വാർത്താ മാധ്യമങ്ങളിൽ കൂടെ അനേക പ്രമാദമായ കേസുകളൊക്കെ പല വക്കീലുമാര് വായിച്ചു ജയിക്കാറുണ്ടോ? എന്നാൽ ലോക ചരിത്രത്തിൽ ഉഗ്രമായ ഒരു വാദം നടന്നത് ഏദെൻ തോട്ടത്തിലാണ്. ഒരു ഭാഗത്തോ ദൈവത്തിന്റെ പ്രതിനിധിയായ ഹവ്വ, മറ്റൊരു ഭാഗത്തോ വീണുപോയതായ സാത്താൻ, ആ ദൂതന്മാര്, പിശാചുക്കൾ. രണ്ടുപേരും 2 ഭാഗത്തു നിന്നു ശക്തിയോടെ വായിച്ചു, ശക്തിയോടെ വാദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ഭാഷയിൽ പാമ്പിന് കൊടുത്തിരിക്കുന്ന അർത്ഥം പ്രകാശമുള്ളവൻ എന്നാകുന്നു. അവൻ പ്രകാശമുള്ളവനായി ഈ മനുഷ്യരെ വഞ്ചിക്കുവാൻ വേണ്ടി തോട്ടത്തിൽ കടന്നു വന്നു. അവൻ നന്നായിട്ടൊന്ന് വാദിച്ചു. എന്താണ് വാദിച്ചത്? രമണീയ കന്യാദൃശ്യമാം വിവേകമെന്നീവക ഗുണങ്ങൾക്കു ധാമമേ, തോട്ടത്തിൽ വൃക്ഷഫല സഞ്ചയത്തെ ഭക്ഷിക്കാവാൻ രൂക്ഷമാജ്ഞവീശൻ നൽകിയിട്ടുണ്ടോ? രമണീക അന്യാദൃശ്യമാം വിവേകം എന്നീ ഗുണങ്ങൾക്ക് ധാമമേ, തോട്ടത്തിൽ വൃക്ഷഫല സഞ്ചയത്തെ ഭക്ഷിക്കാൻ ഒരിക്കലും അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണോ ഈ ചോദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഹവ പറഞ്ഞു, അയ്യോ, ഭക്ഷിക്കല്ലെന്ന് മാത്രമല്ല, തൊടാൻ പോലും പാടില്ല. ആരാമമധ്യേ സ്ഥിരമായുള്ള ഗുണദോഷ ഭൂഫലം അത് ഭക്ഷിക്കാൻ മാത്രമല്ല, തൊടാൻ പോലും പാടില്ല. ശക്തമായ വാദം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ സർപ്പം, ഈ പിശാച് ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ എന്തെന്നറിയുന്നു? ജഗന്നാഥന് തത്താതൃക്കെന്നുള്ള പേരുറപ്പാക്കാൻ നന്മയും ഉത്കർഷവും അങ്ങിനുണ്ടാകും വഴി കല്ല് വെച്ചടച്ചു പോവും. സ്വാർത്ഥമേ പുരുഷാർത്ഥം. എന്റെ കടാവേ, നിനക്കെന്തറിയാം? ജഗന്നാഥനോ തത്താതൃക്കെന്നുള്ള പേര് ഉറപ്പാക്കാൻ നന്മയും ഉത്കർഷവും അന്നിനുണ്ടാകും വഴി കല്ല് വെച്ചടച്ചു പോവും. സ്വാർത്ഥമേ പുരുഷാർത്ഥം. നിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. നിങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലല്ലോ. അത് നന്മയുടെ വഴി കല്ല് വെച്ച് അടച്ചുപോയി, തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. അവൾ ആരാകും? ഞാനൊരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി. അപ്പൻ ഓടി ഭേത്തമലയ്ക്ക് വന്നു. ബ്രദർ തെരിയുമോ അവൾ ആരാ മോളെന്നറിയുമോ? ഈ അപ്പച്ചൻ തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ ചോദിച്ചു, ആരാ അപ്പച്ച? അവൾ ഏവാൾത്താനേ, അവൾ എന്റെ ഭാര്യ, അവൾ ഏവാളാണോ? ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ പുറത്ത് കയറി പറയും. അപ്പോൾ ഈ ഉഗ്രമായ വാദത്തിന്റെ ഇടയ്ക്ക് അവളും വിട്ടുകൊടുക്കുന്നില്ല. അവളിങ്ങനെ പല ഉത്തരങ്ങളൊക്കെ പറഞ്ഞു മുൻപോട്ട് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അവസാനം ഈ സർപ്പം പറഞ്ഞു, ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരികയാണോ? നിനക്ക് വേണമെങ്കിൽ അനുസരിക്കാം, അംഗീകരിക്കാം. എല്ലാവരും നല്ല കാര്യം പറഞ്ഞു തരികയില്ല. നിങ്ങൾക്ക് സത്യജ്ഞാനം അരുളും നേത്രമയോ മംഗലാർ നടന്നുപോയി കഠിനാജ്ഞ മൂലം. നിങ്ങൾക്ക് സത്യജ്ഞാനം അരുളും നേത്രമയോ മംഗലാർ നടന്നുപോയി കഠിനാജ്ഞ മൂലം. ആകയാൽ
ഇതൊരു മർമ്മമാകുന്നു, ഇത് നീ തിന്നാൽ നിന്റെ കണ്ണു തുറക്കും. വളരെ തന്ത്രപരമായിട്ട് ഈ മർമ്മത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഈ വ്യക്തിയുടെ പിശാചിന്റെ വാദത്തിന് മുൻപിൽ അവൾ മർമ്മത്തിന്റെ മുൻപിൽ വീണു. അതുകൊണ്ടാണ് നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ പിശാചിന്റെ വാദത്തിന് മുൻപിൽ അവൾ വീണു, ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. ആ വാക്യം വായിക്കണം, 3-ന്റെ 6-ാമത്തെ വാക്യം വായിക്കണം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ലോകം എങ്ങനെയാണ് ഇളകാൻ തുടങ്ങിയത്? നമുക്കറിയാം, ഒരു കായിക മത്സരം നടക്കുമ്പോൾ ജയിച്ചതായ ടീമുകൾ വളരെ തല ഉയർത്തിപ്പിടിച്ചോ ആഘോഷത്തോടുകൂടെ ഗ്രൗണ്ട് വിട്ടു പോകുന്നത് പോലെ പാതാള ശക്തികൾ സന്തോഷിച്ചു, ഞങ്ങൾ ഈ ലോകത്തെ തിരിച്ചു മറിച്ചു. അപ്പോൾ തന്നെ ഈ പരാജയപ്പെട്ടതായ ഈ വ്യക്തികൾ വളരെ ഭാരത്തോടുകൂടെ തല കുമ്പിട്ടോ അവർ പുറത്തേക്ക് പോവുകയുണ്ടായി. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഈ ഭൂമി ഒരു കാലത്തോ അതോ മനോഹരമായിരുന്നു, ഇളക്കമില്ലാത്തതായിരുന്നു. ഇന്ന് ഈ ഭൂമിയെ ആരാണ് ഇളക്കിയത്? വീണുപോയ പൈശാചിക ശക്തി ഈ ഭൂമിയെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശപിക്കപ്പെട്ടവരായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു, ഈ ഭൂമിക്ക് ഇളക്കമുണ്ടായി. 3-ന്റെ 17-ാമത്തെ വാക്യം വായിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ ഭൂമിയെ പിശാച് ഇളക്കി മറിച്ചു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഒരു മൃഗത്തെ കൊന്നു, നഗ്നത മറച്ചു മക്കളെ സൂക്ഷിച്ചു. ആ നിഷ്കളങ്കമായ മൃഗത്തിന്റെ രക്തം മുതൽ, ഹാബേലിന്റെ രക്തം മുതൽ ഈ ഭൂമി ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, മാസവും, ഓരോ വർഷവും ഈ ഭൂമി വളരെ വഷളായി ഇളകി മറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അതുകൊണ്ടാണ് നാം എങ്ങനെ വായിക്കുന്നു, ഹോശിയായുടെ ഹഗ്ഗായി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇനി ഞാൻ ഈ കടലിനെയും കരയെയും ഭൂമിയെ ഇളക്കുവാൻ പോകുന്നു. 2-ന്റെ 6-7 വാക്യങ്ങൾ വായിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഇവിടെ മലയാളത്തിൽ മനോഹര വസ്തു എന്നാണ്, എന്നാൽ അതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ആഗ്രഹ വിഷയമായ പുരുഷൻ വരും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിക്ക് ഇളക്കം സംഭവിച്ചു, കരയും കടലും അതേ ആകാശമൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണോ? അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടോ? ഒരു മനോഹര വസ്തു വരും, അതിനു വേണ്ടിയാണോ? ആരാണ് ഈ മനോഹര വസ്തു? എം.ഇ. ചെറിയാൻ സാറ് പറയുകയുണ്ടായി, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, എനിക്കാനന്ദദായകനെ, ഇന്നലെയും ഇന്നും എന്നും വനലിനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനെ. യേശുവാണ് സുന്ദര രക്ഷകൻ. യേശുവാകുന്നു ആഗ്രഹ വിഷയമായ പുരുഷൻ. ഈ പുരുഷന്റെ ഈ ലോകത്തിലേക്കുള്ളതായ, മധ്യാകാശത്തിലേക്കുള്ളതായ ആ വരവിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമി ഇളയിക്കൊണ്ടേ
കൊണ്ടേയിരിക്കുന്നു. കാരണം ഒരു സുന്ദര രക്ഷകൻ, ആഗ്രഹ വിഷയമായ പുരുഷൻ യേശുക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുവാൻ കാലമെടുത്തുപോയി. ഇങ്ങനെ ഈ ഭൂമിയെ ഇളക്കി ശത്രു മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനോ ഒരു വിഷയം ഇങ്ങനെ ഓർക്കുകയാണ്. മനോഹരൻ പാസ്റ്റർ പതിന് കൊട്ടാരക്കരയിൽ വന്നു ഒരു ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവർ ഇവിടെയും വന്നോ. ഭൂലോകത്തെ മലയാളത്തിൽ അതിന്റെ ആശയം ശരിക്ക് വന്നിട്ടില്ല. ഒന്ന് വായിക്കണമേ, 17-ന്റെ 6-ാമത്തെ വാക്യം വായിക്കും. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവരോ ഇവിടെയും എത്തിയോ. അപ്പച്ചൻ എങ്ങനെയാണ് പറഞ്ഞതോ അതിന്റെ ശരിക്കുള്ള വ്യാഖ്യാനം ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവരെന്നല്ല, തലകീഴായിപ്പോയ ഭൂമിയെ നേരെയാക്കുന്ന ഈ അപ്പോസ്തലന്മാർ ഇവിടെയും വന്നോ. അതെ, പെരുമ്പന്തൂരിൽ വന്നല്ലോ, അതാണ് സന്തോഷം. വാഴത്തോപ്പിലും വന്നല്ലോ, അതാണ് സന്തോഷം. തലതിരിഞ്ഞു പോയതായ ഈ ഭൂമിയെ ഇളക്കി മറിക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിരിക്കുകയാകുന്നു. എന്തിനു വേണ്ടിയാകുന്നു വന്നിരിക്കുന്നത്? ഈ ഭൂമിയുടെ അനീതിയെ മാറ്റുവാൻ, ഈ ഭൂമിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ജനം യേശുവിനെ സ്വീകരിപ്പാൻ. ആകയാൽ ഇളകി മറിഞ്ഞിരിക്കുന്ന ഭൂമിക്കൊരു പുതുക്കം വരുത്തുവാൻ വേണ്ടിയാകുന്നു ഈ കൂടി വരവ്. നമ്മുടെ യോഗം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അപ്പച്ചൻ പറഞ്ഞല്ലോ, അനേക ജീവിതങ്ങൾ പാപാന്ധകാരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി മുൻപോട്ട് പോകുമ്പോൾ ഈ യോഗം രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ, നന്മയായി തീരട്ടെ, അനേകർക്ക് വിടുതലായി തീരട്ടെ. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിക്ക് ഇളക്കം വന്നു. എത്രയോ ദൈവദാസന്മാർ, ദൈവമക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ടോ സുവിശേഷം പ്രസംഗിക്കുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിക്കോ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതാണോ ദൈവത്തിന്റെ വചനം പറയുന്നതോ? ഇന്ന് രാത്രി കാലം പിശാച് വഞ്ചിച്ചതായ ഈ ഭൂമിക്ക് ഉണ്ടായ ഒരു 8 വിഷയങ്ങൾ, ഒരു 8 വിധത്തിലുള്ളതായ വിഷയങ്ങൾ നാം ചുരുക്കമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഈ പിശാചോ ഈ ഭൂമിയെ ഇളക്കി മറിച്ചപ്പോൾ ഈ ഭൂമിക്കോ എന്തെല്ലാം സംഭവിച്ചു? ഒന്നാമത്തെ വിഷയം, ദൈവത്തിന്റെ മകനെ പിശാചിന്റെ മകനാക്കി തീർത്തു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകനാകുന്നുവെങ്കിൽ ഈ മകനെ പിശാചിന്റെ മകനാക്കി തീർക്കണം. വായിക്കണമേ, 3-ന്റെ 38-ാമത്തെ വാക്യം. ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ഇതെല്ലാം പിശാചോ പുറത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാകുന്നു. ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരു കൂട്ടരെ സൃഷ്ടിച്ചു. അവരെയൊക്കെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി അവൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. അവൻ ചെയ്തതോ ദൈവത്തിന്റെ മകനെ പിശാചിന്റെ മകനാക്കി തീർക്കണമെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പാപം ചെയ്യിക്കണം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ആകയാൽ ഏദേൻ തോട്ടത്തിൽ ദൈവത്തിന്റെ മകനെ കൊണ്ട് പാപം ചെയ്യിച്ച ശക്തി ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. വായിക്കണം, 3-ന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പോൾ പിശാചിന്റെ മകനാക്കി തീർക്കുവാൻ ഇവനെ കൊണ്ട് പാപം ചെയ്യിക്കണം. ശൂന്യാകാശവാഹനം
ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ശൂന്യാകാശ വാഹനത്തിന് ശാസ്ത്രജ്ഞന്മാർ ഒരു പ്രത്യേകമായ ഒരു പേര് കൊടുക്കാറുണ്ടോ? കറുത്ത ഒരു ദിവസം ഒരു പേര് കൊടുക്കാറുണ്ടോ? കാരണം ഈ ശൂന്യാകാശ വാഹനം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ ഉപരിതലത്തിലായ ചൂട് നിമിത്തമായി എല്ലാ വാർത്താബന്ധങ്ങളും മറ്റുപോകുന്നു. അതിന്റെ പേരാണ് ഒരു കറുത്ത ദിവസം എന്ന് പറയുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, അകറ്റുന്ന ഒരു കറുത്ത ദിവസം, ഒരു കറുത്ത ശക്തി മുടി ലോകത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സർവകൃപാലുവായ ദൈവം അതേ ദൈവത്തിന്റെ മകനാക്കി തീർക്കുവാൻ, വീണ്ടും മാനവരാശിയെ ദൈവത്തിന്റെ മകനാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് യോഹന്നാൻ 3:16 വാക്യത്തിൽ കാണുന്നു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിശാചിന്റെ മകനെ വീണ്ടും ദൈവത്തിന്റെ മകനാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു. യേശു ലോകത്തെ സ്നേഹിച്ചു, നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ നമ്മുടെ പേരോ 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആകയാൽ ഒരു ഭാഗത്ത് ഈ പൈശാചിക ശക്തി ലോകത്തെ ഇളക്കി മറിക്കുമ്പോൾ, പിശാചിന്റെ മക്കളാക്കി തീർക്കുമ്പോൾ, ദൈവം നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം തന്നല്ലോ. സന്തോഷമുണ്ട്. ഹല്ലേലൂയ വിളിച്ചാട്ടോ. ഹല്ലേലൂയ. എന്നൊരു സ്ഥലത്തെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവിടെ ഒരു സ്തോത്ര പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ 5 മണിക്ക് മുറിയിൽ ഇരിക്കുമ്പോൾ ഫേത്തുവിനും അടുത്ത് ഒരു വിളി കേൾക്കുകയാണ്. അച്ചോ അച്ചോ എന്ന് വിളിക്കുന്നു. ഞാനോ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ വസ്ത്രമെല്ലാം മുഷിഞ്ഞു ചെളിക്കുണ്ടിൽ കിടന്നു, ഇങ്ങനെ സുബോധമില്ലാതെ വരികയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഫേത്തുമിൽ കൊണ്ടുവന്നു. ഉമ്മച്ചിമാരെയൊക്കെ വിളിച്ച് ഒരു ചായ കൊടുക്കാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാനൊരു അല്പനേരം സംസാരിച്ചു. സഹോദര, പിശാചോ പാപം ചെയ്യിക്കുന്നവനാ. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ നിത്യ നരകത്തിൽ പോവുകയുള്ളൂ. എനിക്ക് പിശാചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നരകത്തിൽ പോയാൽ അവിടെ അട്ടയുണ്ടോ പുഴുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ മൂടി പുതച്ച് കിടക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഞാൻ പറഞ്ഞു, അവിടുത്തെ പുതപ്പെന്ന് പറഞ്ഞാൽ പുഴുക്കളാണ്ടോ കൃമിയാണ്ടോ, അതൊക്കെ പുതച്ച് കിടന്നോളാം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥിച്ചു വിട്ടു. കൃപയാലെന്നോ ആ വ്യക്തി ഇന്നൊരു വിശ്വാസിയായി നിലനിൽക്കുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്രയോ കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെയുള്ള പൈശാചിക പിടിയിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശു ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, രക്തത്താൽ അവിടുത്തെ മക്കളാക്കി തീർത്തല്ലോ. ആകയാൽ ഒരു ഭാഗത്ത് ലോകത്തെ ഇളക്കി മറിക്കുന്നുവെങ്കിലും ദൈവം ക്രിസ്തുവിൽ കൂടെ അനേകരെ രക്ഷയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്താകുന്നു? പിശാചിന്റെ ഈ ലോകത്തിലെ രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവൻ ജീവനെ എടുത്തു കളയുന്നു. ആദം ഹവ്വ ദമ്പതിമാർ തെറ്റ് ചെയ്തപ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഏക മനുഷ്യനാൽ അത് പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അനേകർ നിത്യജീവൻ നഷ്ടപ്പെട്ടു. അവർ ശാരീരികമായി മരണത്തിലേക്ക് പോയി. മാത്രമല്ല നിത്യജീവൻ നഷ്ടപ്പെട്ടവരായി തീർന്നു. ഒന്ന് വായിക്കാം, 5-12 വാക്യം വായിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. രണ്ടാമത്തെ അവന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മരണത്തെ മനുഷ്യരിൽ കൊണ്ടുവന്നു. നിത്യജീവൻ നഷ്ടപ്പെട്ടു. ശാരീരികമായും ആത്മീയമായും മരിച്ച അവസ്ഥയിലേക്ക് ലോകം പോകുകയുണ്ടായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഇങ്ങനെ ആത്മീയമായ
പാപത്തിനായി മരിച്ചതായ മാനവരാശിക്കു വേണ്ടി എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ മാനവരാശിയെ വീണ്ടും പാപത്തിന് ഉദ്ധരിക്കുവാൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അനേകരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. 2-14-15 വാക്യങ്ങൾ വായിക്കണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടനാകുന്ന പിശാച് ലോകത്തിൽ അനേകരെ ആത്മീകമായി മരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ക്രൂശിൽ മരിച്ചു. ഒരു മരണം കൊണ്ട് മറ്റൊരു മരണത്തെ കീഴ്പ്പെടുത്തി. അതുകൊണ്ടാണല്ലോ ഭക്തൻ പാടുന്നു, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലേ നീ മൃത്യു യേശുവിന്റെ മരണത്താൽ ആ മരണം കൊണ്ട് മറ്റൊരു മരണത്തെ വ്യക്തി കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ പിശാച് അനേക ജീവിതങ്ങളെ ശാരീരികമായും ആത്മീകമായിട്ടൊക്കെ മരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കാൽവരി മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ മരണത്തിന്റെ ഭീതിയിലായിരുന്നവരെ വിടുവിച്ചു എന്നാണ്. ലോകത്തിൽ പ്രത്യാശയില്ലാത്ത ജനങ്ങൾക്ക് മരിക്കുവാൻ അല്പം ഭാരം, പ്രയാസമുണ്ട്, ഭയമുണ്ടോ? എന്നാൽ പ്രത്യാശയുള്ള നമ്മെ സംബന്ധിച്ചോ നമുക്ക് മരിക്കുവാൻ ഭയമില്ല. 110 വയസ്സുള്ള ഒരു വല്യമ്മച്ചയ്ക്കോ 10 വയസ്സുള്ള ഒരു കുട്ടി കൂട്ടിരിക്കുമ്പോൾ ഈ വല്യമ്മച്ചി ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞു. ചോദിച്ചു, എന്താണ് അമ്മച്ചി പൊട്ടിക്കരയുന്നത്? അല്ലേ മോനെ, ഞാൻ നിന്റെ കാര്യം ഓർത്ത് കരഞ്ഞതാ. എന്നാ കാര്യം? പണ്ട് നിന്റെ അപ്പൻ എനിക്ക് കൂട്ടിരുന്നു, നിന്റെ അപ്പന്റെ അപ്പനും കൂട്ടിരുന്നു, നിന്റെ അപ്പന്റെ അപ്പന്റെ അപ്പനും കൂട്ടിരുന്നു. ഇനി മോനെ, നീ മരിച്ച എനിക്ക് ആരാണ് കൂട്ടിരിക്കുന്നത്? 110 വയസ്സുള്ള അമ്മച്ചിയാണോ? നീ മരിച്ചതിന് എനിക്ക് ആരാണ് കൂട്ടിരിക്കുന്നതോ? എന്നാൽ ലോകത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു ജയിച്ചു. അതുകൊണ്ട് നമുക്ക് ഇന്ന് മരിച്ചാലും നാം എത്തേണ്ട സ്ഥലത്ത് എത്തും. സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ വിളിച്ചാട്ടോ. ഹല്ലേലൂയ. അവൻ ലോകത്തെ ഇങ്ങനെ ആത്മീകമായ മരണത്തിൽ കൂടെ അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് അവന്റെ 2ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. 3ാമത്തെ പ്രവൃത്തി എന്താകുന്നു? മനുഷ്യന്റെ വിവേകത്തെ അവൻ എടുത്തു കളഞ്ഞു. സങ്കീർത്തനങ്ങൾ 49-ന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യന്റെ വിവേകത്തെ എടുത്തു കളഞ്ഞു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. എന്നാൽ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ വിവേകം കണ്ടവർ ഞെട്ടിപ്പോയി. അപ്പോൾ ലോകത്തിൽ പിശാച് വിവേകത്തെ എടുത്തു കളയുമ്പോൾ വിവേകത്തെ നൽകുവാൻ വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. 2-ന്റെ-47-ാമത്തെ വാക്യം വായിക്കാം. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവന്റെ വിവേകത്തിൽ യേശു വിവേകത്തോടുകൂടെ ലോകത്തിലേക്ക് വന്നു. എന്തിനു വേണ്ടി? 1 യോഹന്നാൻ 5-ന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അറിയുക, ഗുണദോഷങ്ങളെ തിരിച്ചറിയുക, തെറ്റിനെയും ശരിയെ തിരിച്ചറിയുക, അതിനുവേണ്ടി വിവേകം തരുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. 5-ന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. സത്യദൈവ
ദൈവത്തെ അറിയുവാൻ വിവേകം തന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ പൈശാചിക ശക്തി വിവേകത്തെ എടുത്തു കളയുമ്പോൾ യേശുക്രിസ്തു വിവേകവുമായി ലോകത്തിലേക്ക് വന്നു. തിരിച്ചറിയുവാൻ, ഗുണദോഷങ്ങളെ തിരിച്ചറിയുവാൻ, കറുപ്പും വെളുപ്പും തിരിച്ചറിയുവാൻ. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ലോകത്തിന്റെ അവസ്ഥ നോക്കിയാൽ അങ്ങനെ തിരിച്ചറിയാത്ത അനേകരെ കാണുവാൻ കഴിയും. ഒരു കവി ഇപ്രകാരമാണ് പറഞ്ഞത്, പരോപകാരം എന്ന് പറയുന്ന ഒരു കവിതയിൽ. പരോപകാരം എന്താണ് പരോപകാരം? മാംസത്തിനായി കരുത്തറുക്കും പാപിക്കു പോലും കരതീർത്തിടാതെ പാവനമാം വയസ്സാൽ സന്ദർപ്പണമാചരിപ്പൂ. സഹോദര, മാംസത്തിനു വേണ്ടി കരുത്തിറക്കുന്ന പശുവിന്റെ കഴുത്തിറക്കുന്ന ഈ പശു അല്ലെങ്കിൽ ഈ കാള, ഈ പോത്തോ പാവനമാം വയസ്സാൽ നിന്റെ നിൽപ്പ് കണ്ടാൽ നിന്നെ വണങ്ങുന്ന പോലെയല്ലേ തോന്നുന്നതോ? ആകയാൽ വിവേകമില്ലാതെ ജനങ്ങൾ മരിച്ചു പോകുമ്പോൾ, നശിച്ചു പോകുമ്പോൾ, സത്യത്തെ മനസ്സിലാക്കുവാൻ, വിവേകത്തെ പ്രാപിച്ചു മടങ്ങി വരുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. നമുക്ക് വിവേകം തന്നു, നമ്മെ രക്ഷിച്ചല്ലോ, നമ്മെ എത്രയോ ഭാഗ്യശാലികളാകുന്നു. അപ്പോൾ മൂന്നാമത്തെ വിഷയം, അവൻ വിവേകത്തെ എടുത്തു കളയുന്നവനാകുന്നു. യേശു വിവേകത്തെ നൽകുന്നവനാകുന്നു. നാലാമത്തെ വിഷയം എന്താകുന്നു? അവനിൽ ദൈവത്തിന്റെ മനുഷ്യനിലുള്ളതായ ആ വെളിച്ചത്തെ, പ്രകാശത്തെ എടുത്തു കളയുന്ന ഒരു ശക്തിയാണോ ഈ ലോകത്തിന് ദൈവമാകുന്ന പിശാചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വെളിച്ചമുള്ളവനായി സൃഷ്ടിച്ചു. സങ്കീർത്തനങ്ങൾ 8:5 വാക്യം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ വെളിച്ചമുള്ളവനായി സൃഷ്ടിച്ചു, തേജസ്സോടുകൂടെ സൃഷ്ടിച്ചു. എന്നാൽ ഈ പിശാചോ അവന്റെ വെളിച്ചത്തെ എടുത്തു കളയുന്നു. വായിക്കണം, 8:5 വാക്യം വായിക്കും. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ തേജസ്സിനെ പുറത്താക്കുവാൻ റോമർ 3:23 കാണുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ പ്രകാശത്തെ എടുത്തു കളയുവാൻ, ദൈവത്തിന്റെ സ്വഭാവമാകുന്ന വെളിച്ചത്തെ എടുത്തു കളയുവാൻ അവൻ ഒരു ഭാഗത്തോ മൂടുശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ, കർത്താവിന്റെ വേല ചെയ്ത ഒരു സ്ഥലത്ത് അവിടെ ഒരു പ്രത്യേകമായ ഒരു ആചാര്യമുണ്ട്. ശരീരം മുഴുവനും കരിവാരി തേച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രത്യേകമായ ഒരു വ്യക്തി, ചില വ്യക്തികളെ കടന്നു വരാറുണ്ട്. അവർ വഴിമധ്യത്തിൽ റോഡ് സൈഡിൽ നിൽക്കും, കൈ കാണിക്കും, എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ പറയും. ഞാൻ ആദ്യം ഒന്ന് മടിച്ചപ്പോൾ എന്നെ ഒന്നും പറഞ്ഞില്ല. ഉദ്ദേശി, ശരി, സൂക്ഷിച്ചൊക്കെ പോണേ, തിരക്കൊക്കെ ഉണ്ടോ, വേറെ ഒന്നും പറയില്ല. എന്താണ്, സൂക്ഷിച്ചൊക്കെ ഒന്ന് പോകണം, തിരക്കൊക്കെ കൊണ്ട് ഇത്ര ചെയ്യുള്ളൂ. ഇതുപോലെ അവന്റെ കരി, അവന്റെ നിറം, അവന്റെ കറുപ്പോ മനുഷ്യരിലേക്ക് വരുത്തി. എന്നാൽ അതിന് പരിഹാരം തരുവാൻ യോഹന്നാന്റെ സുവിശേഷം 12:35 വാക്യം വായിക്കുമ്പോൾ, ഞാൻ വെളിച്ചമായി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ജീവിക്കുന്നു, എന്നും കാണുകയില്ല. 12:35 വാക്യം വായിക്കാം. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. നിങ്ങൾക്ക് വെളിച്ചം തരുവാൻ ഒരു ഭാഗത്തോ ദൈവത്തിന്റെ പ്രകാശത്തെ പിശാച് എടുത്തു കളയുമ്പോൾ, നമുക്ക് പ്രകാശം തരുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു. അതിന്റെ ഫലമായി മത്തായി 5:14 വാക്യത്തിൽ കാണുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുവിന്റെ പ്രകാശം അനുഭവിച്ചവരെ, നാം ലോകത്തിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ! നാം ലോകത്തിൽ വെളിച്ചമാകുന്നു. യേശുവിന്റെ ആ ജീവൻ, അവിടുത്തെ പ്രകാശം അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അപ്പോൾ നാലാമത്തെ
വിഷയം എന്താകുന്നു? ദൈവത്തിന്റെ വെളിച്ചത്തെ പിശാച് എടുത്തു കളയുമ്പോൾ വീണ്ടും പ്രകാശം കൊടുക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു, അവിടുത്തെ പ്രകാശം നമുക്ക് തരികയുണ്ടായി. ഇതാണ് നാലാമത്തെ വിഷയം. അഞ്ചാമത്തെ പ്രവൃത്തി എന്താകുന്നു? ഈ ലോകത്തെ അവൻ ഇളക്കുന്ന മറ്റൊരു പ്രവൃത്തി മനുഷ്യന്റെ തെറ്റുകൾ നിമിത്തമായി മാനവരാശി രോഗികളായി തീർന്നു. ഇന്ന് മാത്രമല്ല, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പലവിധത്തിലുള്ളതായ മാരക രോഗങ്ങൾക്ക് മനുഷ്യൻ അധീനരായി തീർന്നു. മിസ്രൈമ വ്യാധികൾ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. 15-ന്റെ 26-ാമത്തെ വാക്യം വായിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അപ്പോൾ ഏകന്റെ ലംഘനം നിമിത്തമായി ഈ ലോകത്തിലേക്ക് മരണം, മാരകമാകുന്ന വ്യാധികൾ, സാംക്രമികമാകുന്ന രോഗങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. ചില ഇപ്പോഴും നമ്മുടെ രാജ്യത്തോ അതുണ്ടോ, പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടിട്ടില്ല. ഈ കോവിഡോ, ഈ കൊറോണ രോഗനിമിത്തം, ഈ മാരക വ്യാധി നിമിത്തം എത്രയോ ജനങ്ങൾ ഭാരപ്പെട്ടു നിലവിളിക്കുന്നു. സർക്കാരോ മാസ്ക് നിർബന്ധമാക്കി, അതെല്ലാം ചെയ്തു. എന്നാൽ മാസ്കിനെ കുറിച്ച് പോലും, മാസ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പോലും വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? മോശയുടെ കാലത്തോ ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മോശയുടെ കാലത്ത് മാസ്കിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. മാസ്കിന്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ അവിടെ മാസ്ക് എന്നല്ല, സാംക്രമികമായ രോഗം പിടിപെടുമ്പോൾ ആ വ്യക്തി ഒരു തുണി കൊണ്ട് അവന്റെ അധരത്തെ മൂടണം. എന്നാൽ 1822-ൽ ലൂയി പാസ്റ്റർ അദ്ദേഹം ഇങ്ങനെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതോ രോഗം വരുന്നതിന് മുൻപേ ചികിത്സിക്കുക, അതിൻ്റെ എല്ലാ വഴികളും പഴുതുകളും അടയ്ക്കുക. അങ്ങനെയാണോ നമ്മുടെ ഈ ഡോക്ടർമാരൊക്കെ ശസ്ത്രക്രിയയ്ക്ക് മുൻപിൽ അവിടെ ഈ ആപാത ചൂടം ശരീരത്തെയൊക്കെ അത് മറച്ചോ, കൈയെല്ലാം അത് കഴുകി ശുദ്ധിയാക്കി ഗ്ലൗസൊക്കെ ഇട്ടോ നല്ല മാസ്ക് വെച്ചിട്ടാണല്ലോ ഓപ്പറേഷന് വേണ്ടി പോകുന്നതോ? ഇത് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. വായിക്കാം, അതിന്റെ 45-46 വാക്യങ്ങൾ വായിക്കാം. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാൾ ഒക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം. ഒരു വല്യമ്മച്ചി പറഞ്ഞതോ ക്വാറന്റീനിലിരിക്കുന്ന കാര്യമാ വിഷമം. അമ്മച്ചയ്ക്ക് പെട്ടെന്ന് തിരിഞ്ഞില്ല, അതാണ് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള വ്യക്തിയെ തനിച്ചിരുത്തേണം. മാത്രമല്ല മുഖം മറയ്ക്കണം, മുഖം ഈ വായു മൂടേണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ സാംക്രമിക രോഗം ലോകത്തിലേക്ക് വന്നതോ? മനുഷ്യന്റെ പാപനിമിത്തമാണ്. കൊറോണ രോഗം അങ്ങ് മൂർധന്യാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഇന്ന് ഞങ്ങളുടെ ഫേത്തുമ്മിൽ പാടിയതോ മാസ്കിനെ കുറിച്ചുള്ള പാട്ടാണ്. ഞാൻ ചോദിച്ചു, മാസ്കിനെ കുറിച്ചുള്ള പാട്ടോ? അങ്ങനെ പാട്ട്, ഏത് പാട്ടാണോ? മാസ്കില്ല സുത്തരായി കാസിദിൽ മീതിനിൽ. എൻ്റെ ബ്രദറെ, മാസ്ക് അല്ല, മാസില്ല സുത്തരായി. അങ്ങനെയാണ്. അപ്പൊ ലോകത്തിൽ എത്രയോ ജനങ്ങൾ ഈ വിധമാകുന്ന ഈ രോഗത്തിന് അധീനരായി ജീവിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എന്റെ അടിപ്പിടരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ഈ പൈശാചിക ശക്തി ലോകത്തിൽ അനേകരെ രോഗികളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും പരിഹാരം വരുത്തുമ്പോൾ ക്രൂശിൽ മരിച്ചു. എന്റെ കർത്താവിന്റെ സൗഖ്യമാക്കിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ വിളിച്ചാട്ടോ, ഹല്ലേലൂയ. അപ്പോൾ
അപ്പോൾ യേശുവിന്റെ അടിപ്പടരാൽ നമ്മെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാകുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കെല്ലാം ചിന്തിപ്പാൻ സമയമില്ലല്ലോ. ആറാമത്തെ വിഷയം എന്താകുന്നു? ഈ ലോകത്തിലെ സമാധാനത്തെ അവൻ നശിപ്പിക്കുക. ഈ വീണുപോയ ശക്തി യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. സമാധാനത്തെ കെടുത്തുന്ന ഈ ലോകത്തിൽ യേശു സമാധാനം തരുവാൻ നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശു പറഞ്ഞു, യോഹന്നാൻ 14:27, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒരു ഭാഗത്തോ ഈ ശക്തി ലോകത്തെ വീണ്ടും ഇളക്കി മറിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി സമാധാനം തന്നല്ലോ. ആ കർത്താവെന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഏഴാമത്തെ വിഷയം എന്താകുന്നു? തിന്മ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നന്മയെ ത്യജിച്ചു തിന്മയെ സ്വീകരിക്കുന്ന ലോകത്തിലേക്ക്. തിന്മയെ സ്വീകരിക്കുന്ന ലോകം. അതുകൊണ്ടാണോ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 18 മുതൽ നാം 20 വരെ വായിക്കുമ്പോൾ, നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്നിൽ വസിക്കുന്ന ആ പാപത്തിന്റെ ശക്തിയാൽ ഞാൻ ഇന്നോ നന്മയെ തള്ളി തിന്മയെ തിരഞ്ഞെടുക്കുന്നു. സ്തോത്രം. തിന്മയെ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമല്ല, നന്മ ഉപദേശിച്ചാൽ 1 കൊരിന്ത്യർ 2:14 വാക്യം വായിക്കുമ്പോൾ, നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും പ്രാകൃത മനുഷ്യൻ ആ നല്ല കാര്യം എടുക്കുന്നില്ല. ആ വാക്യം ഒന്ന് വായിക്കാം. 2:14 വാക്യം വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നന്മ ഉപദേശിച്ചു കൊടുത്താൽ കൈക്കൊള്ളുന്നില്ല. മദ്യപാനത്തെ കുറിച്ചുള്ള ആ ദോഷവശങ്ങൾ മനസ്സിലാക്കുവാൻ, പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ടീച്ചർ ഒരു സ്കൂളിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക് വന്നു. മദ്യം അത് വിഷമാണ്, അപകടമാണെന്ന് പഠിപ്പിക്കുവാൻ. അതിനുവേണ്ടി താൻ 2 ചില്ല് ഗ്ലാസ് കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചു. ഒരു ചില്ല് ഗ്ലാസിൽ മദ്യമൊഴിച്ചു. മറ്റേ ഗ്ലാസിൽ പച്ചവെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ്സിലും പുഴുക്കളെ ഇട്ടു. പച്ചവെള്ളത്തിൽ കിടന്ന പുഴു ചാകാതെ അങ്ങനെ തന്നെ കിടന്നു. മദ്യത്തിൽ കിടന്ന ആ പുഴു ചത്തുപോയി. ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഭൂരിപക്ഷം പേരും പറഞ്ഞു, സാറേ മദ്യപാനം അപകടമാണ്. ഒരാൾ പറഞ്ഞു, സാറേ നല്ലതാണ്. അതെന്നാ? വയറ്റിലെ പുഴുക്കളൊക്കെ ചത്തുപോകും. നല്ലതാണ്. പുഴുക്കളും കൃമികളൊക്കെ ചത്തുപോകുന്നേ. ആകയാൽ പ്രിയപ്പെട്ടവരെ, പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളാതെ ജീവിക്കുമ്പോൾ പ്രാകൃത സ്വഭാവങ്ങളെ മാറ്റുവാൻ, നമുക്ക് നേരായ വഴി വെളിപ്പെടുത്തുവാൻ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമുക്ക് നേരായ വഴി വെളിപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ആശയുണ്ടെങ്കിലും തിന്മയതല്ലോ ചെയ്തിടുന്നു. നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ആശയുണ്ടെങ്കിലും ചെയ്തിടുന്നു. പാപമതിനൂടെ കാരണമേ പാപത്തെ നീങ്ങുമവൽ. പാപമതിനൂടെ കാരണമേ പാപത്തെ നീങ്ങുമവൽ. അധ്വാനിക്കും സ്നേഹിതരെ ഭാരം ചുമന്നവരെ. അധ്വാനിക്കും സ്നേഹിതരെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, തിന്മയെ വെറുത്തോ
നന്മയെ സ്വീകരിക്കുന്നവരായി ഈ രാത്രിയിൽ ഈ യോഗത്തിൽ പുതിയതായിട്ട് ആരെങ്കിലും പ്രിയപ്പെട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രൂശിൽ മരിച്ചതോ നിനക്ക് നന്മയെ തരുവാൻ വേണ്ടിയാണ്, നിന്റെ തിന്മയെ എന്നിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. 8ാമത്തെ വിഷയം നാം ചിന്തിക്കുമ്പോൾ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ പിശാച് ഈ ലോകത്തിലെ സത്യ ആരാധനയെ എടുത്തു കളയും. ഈ ലോകം ഇത്രത്തോളം ഇളകാൻ കാരണമെന്താകുന്നു? ഓരോ ദിവസവും ഈ ലോകം ഇളകി മറിയാൻ കാരണമെന്താകുന്നു? സത്യദൈവ ആരാധന അതോ അവൻ എടുത്തു കളയുന്നു എന്ന് മാത്രമല്ല. ഞാനോ ഈ പ്രളയത്തിന്റെ സമയത്ത് കുന്നംകുളത്തായിരുന്നു കർത്താവിന്റെ വേല ചെയ്തത്. ആ സമയത്ത് പാലക്കാടേക്ക് പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് സീറ്റിൽ ഒരു ഹൈന്ദവ സഹോദരൻ, ഒരു പ്രായമുള്ള ഒരു അച്ഛൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ളതായ ആ ഒരു ദൈവികമായ ന്യായവിധിയെക്കുറിച്ച് ആ പിതാവ് എങ്ങനെയാണ് പറയുകയുണ്ടായതോ, ഉപദേശിയാണോ? ഉപദേശി. ഒരു കാലത്തോ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തോ, അവരവർക്ക് ലഭിച്ചതായ മതത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ചോ എല്ലാ മതസ്ഥരുടെയും ഭവനങ്ങളിൽ ഒരു കാലത്തോ സന്ധ്യാനാമം ചൊല്ലുന്നൊരു പതിവുണ്ടായിരുന്നു. ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനൊന്നും സമയമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നാണ്. എത്രയോ ശരിയാണ്. ഭക്തകവിയാകുന്ന പൂന്താനം എന്താണ് പറഞ്ഞതോ? നരജന്മം സഫലമാക്കിയിടുവാൻ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും കൃപ ചെയ്തിടണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഒരു കാലത്തോ ലഭിച്ചതായ കാഴ്ചപ്പാടിനനുസരിച്ചോ ദൈവം ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചോ സത്യ ആരാധനയെ ഈ പിശാച് ലോകത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ ആരാധ്യനായ ദൈവത്തോട് പോലും പറയുന്നു. വായിക്കണം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ ആരാധ്യനായ ക്രിസ്തുവിനോട് പോലും പറയുന്നു, നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം. എന്താണോ യേശു പറഞ്ഞതോ? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നോ വചനം പറയുന്നു. വായിക്കണമേ, അതിന്റെ 4-ന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കും. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. എന്തുകൊണ്ട് ലോകം ഇളകി മറിയുന്നു? സത്യാരാധന നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെയോ ദൈവസഭകളിൽ ഈ അടുത്തൊരു ചില മാസങ്ങൾക്ക് മുൻപേ, ആഴ്ചകൾക്ക് മുൻപ് പത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗം വായിച്ചു. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ സാറ് പറഞ്ഞതോ, വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ ഇന്ന് പള്ളികൾ അവിടെ വിൽപ്പന ചരക്കായി വച്ചിരിക്കുന്നു. സത്യാരാധന നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പോലും, നമ്മുടെ രാജ്യത്തിൽ പോലും, നമ്മുടെ സംസ്ഥാനങ്ങളിൽ പോലും എത്രയോ സത്യാരാധന, പൈശാചിക ആരാധന പല സഭകളിൽ കാണപ്പെടുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. യേശു ലോകത്തെ സ്നേഹിച്ചു, സത്യാരാധനയെ തരുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സ്ത്രീയെ ഇവിടെയുമല്ല അവിടെയുമല്ല, പിതാവിനെ അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നാഴിക വരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന് ഇളക്കം വരുന്നത്? സത്യ ആരാധന കുറഞ്ഞു പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട സന്ദർഭച്ചൻ മണ്ണൂരിൽ ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കടന്നു വന്നു. അപ്പോൾ അപ്പച്ചൻ അവിടെ ഇപ്രകാരം ഓർപ്പിച്ചു, പല കുടുംബങ്ങളിലും ഇന്ന് സന്ധ്യാപ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നു.
പല TV ഒക്കെ വാങ്ങി ഇങ്ങനെ വെച്ച് പല കാഴ്ചകൾ കാണുക. അപ്പച്ചൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകത്തിൽ വായിച്ച ഒരു വിഷയം എൻ്റെ ഓർമ്മയിലേക്ക് ആ സമയം വന്നു. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് പേരക്കുട്ടികൾ പോയി TV ഓൺ ചെയ്തു, ക്രിക്കറ്റ് കളിയുടെ മുൻപിലിരിക്കുക. ആ സമയത്ത് വല്യമ്മച്ചിയും പതുക്കെ കൂടി ഈ TV മുൻപിൽ വന്നു. ഇടയ്ക്ക് കുട്ടികൾ പറഞ്ഞു, ഗാംഗുലി സെഞ്ചുറി അടിച്ചു. വല്യമ്മച്ചി ഹല്ലേലൂയ, ദാസനെ ശക്തീകരിച്ചതിനായി സ്തോത്രം, വലിയ കൃപ. സെഞ്ചുറി അടിക്കുന്നതിന് ചെറിയ കൃപ പോരെ ഈ മക്കളെ, വലിയ കൃപ തന്നെ ആവശ്യം. അപ്പോൾ സത്യാരാധന ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആ നാഴിക വന്നിരിക്കുന്നു. ആരാധിക്കാം, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യേശു വരാറായി. യേശു വരാറായി. ഈ ലോകം താൽക്കാലികമാണോ? ഇതൊരു ദിവസം ഇളകി മറിയുവാൻ പോകുന്നു. നമുക്ക് ഇളക്കമില്ലാത്തൊരു രാജ്യമുണ്ടല്ലോ. 13-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്നമ്മ മാമൻ എന്ന് പറയുന്ന അമ്മച്ചി പ്രത്യാശയോടുകൂടെ ഇപ്രകാരം പാടി, ഈ ലോകം ക്ഷണഭംഗുരത്തിൽ അത് ഇളകിപ്പോകും, എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ടോ, ഇളക്കമില്ലാത്തൊരു രാജ്യമുണ്ടോ. അതാണ് എന്റെ നോട്ടം, അതാണ് എന്റെ ലക്ഷ്യം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇടയാകും യേശുവോടു ചേർന്നാൽ മതി. ഇടയാകും യേശുവോടു ചേർന്നാൽ മതി. അതിന്റെ അടുത്തൊരു വരി, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. ആകയാൽ പ്രിയപ്പെട്ടവരെ, സത്യാരാധന ലോകത്തിൽ മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ ആത്മാവിലും സത്യത്തിലും ആരാധനയുണ്ടോ ആ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ടോ. എന്താണ് പ്രത്യാശ? ഇളക്കമില്ലാത്തൊരു രാജ്യം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ യേശു വരാറായി. ഇളക്കമില്ലാത്ത രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം എങ്ങനെ കാണുന്നു? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ പിതാവായി ദൈവം സ്നേഹിച്ചു. ആ വാക്യം ഒന്ന് വായിക്കണം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ ദൈവം പറയുന്നു, ലോകത്തെ സ്നേഹിക്കരുതോ. 1 യോഹന്നാൻ 2-ന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോകത്തെ പാപികളായ മനുഷ്യരെ സ്നേഹിച്ച അതേ ദൈവം പറയുന്നു, ലോകത്തെ സ്നേഹിക്കരുതോ. എന്തുകൊണ്ട്? വായിക്കുക. 2-ന്റെ 15-ാമത്തെ വാക്യം വായിക്കണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം. സ്നേഹിക്കരുതോ, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതോ. എന്തുകൊണ്ട് വചനം അങ്ങനെ പറയുന്നു? അതിന്റെ ഉത്തരം 1 യോഹന്നാൻ 2-ന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ വായിക്കണം. 2-ന്റെ 17-ാമത്തെ വാക്യം വായിക്കും. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ലോകത്തിലെ സന്തോഷം അത് ഇരുണ്ട സന്തോഷമാകുന്നു എന്ന് യെശയ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ
11 വാക്യത്തിൽ കാണുന്നു, ലോകത്തിന്റെ സന്തോഷം ഇരുണ്ട സന്തോഷമാണ്. ലോകത്തിൽ എല്ലാ നന്മകളും ഉണ്ടെന്ന് പറഞ്ഞാലും കോടീശ്വരന്മാർക്ക് ഇരുണ്ട സന്തോഷമാകുന്നു. കാരണം നാളെ എന്തു ഭവിക്കുമെന്നറിയാതെ നിരാശയിൽ കൂടെ പോകുമ്പോൾ 2:11 വാക്യം വായിക്കാം. വീഞ്ഞില്ലായ്കയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു. സന്തോഷമൊക്കെയും ഇരുണ്ടിരിക്കുന്നു. ലോകത്തിലെ സന്തോഷം ഇരുണ്ട സന്തോഷമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷം അത് ഇരുണ്ട സന്തോഷമല്ല, പ്രത്യാശയാൽ നിറയപ്പെട്ട ഒരു സന്തോഷമാണ്. ആകയാൽ വചനം പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതോ. കാരണം ഇളക്കമില്ലാത്തൊരു രാജ്യത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 25-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും അനേക ശക്തികൾ ഇളകി മറിഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ നാം നിരാശപ്പെട്ടു പോകേണ്ടവരല്ല. വായിക്കണം. 32-33 വാക്യങ്ങൾ വായിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. ഇനി കോവിഡാണോ അതോ അതിലും വലുതാണോ എന്നറിയുന്നില്ല. ഇനിയും പലതോ ഇളകി വരുമെന്നാണ് വചനം പറയുന്നതോ. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ടോ? ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ദൈവമക്കൾക്ക് സൗഖ്യമുണ്ടെങ്കിൽ നമ്മുടെ മുട്ടുകളെ മടക്കി, കർത്താവേ, ഇളക്കമില്ലാത്തൊരു രാജ്യത്തെ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ ഇളകുന്ന ഈ രാജ്യത്തിൽ ഇളക്കമില്ലാത്തൊരു ആത്മീക രാജ്യമുണ്ടെന്നും, നാലാമതായി ഇളക്കമില്ലാത്തൊരു നിത്യരാജ്യമുണ്ടോ, ആ രാജ്യത്തിലേക്ക് പോകുവാൻ എന്താണ് യോഗ്യത? നമുക്ക് നാളത്തെ ദിവസം കൃപയാൽ ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവേ, എൻ്റെ പ്രത്യാശ ഇന്ന് രാത്രികാലം പുതുക്കണം. എൻ്റെ യേശു വരാറായി, എൻ്റെ യേശു വരാറായി. ഇളക്കമുള്ളതോ മാറുവാൻ പോകുന്നു. യേശു നമുക്ക് വേണ്ടി ഒരു നിത്യഭവനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് പ്രത്യാശയുണ്ടോ? നമ്മുടെ കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കർത്താവേ, എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. പാപിയായ എന്നെ അവിടുന്ന് സ്നേഹിച്ചു. രക്തം നൽകി എന്നെ വിലക്ക് വാങ്ങി ഈ രക്ഷയുടെ മാർഗത്തിൽ കൊണ്ടുവന്നു. നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തെ എന്റെ കർത്താവ് എനിക്ക് തിരികെ തന്നു. ദൈവത്തിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർത്തു. അവിടുത്തെ കൃപയാൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ ഒരു ദിവസം ഇതെല്ലാം വിട്ടുപോകേണ്ടവനാകുന്നു. ഈ ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിക്കരുതോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൃപ 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 കൃപ. ആരും മൗനമായിരിക്കല്ലേ, മൗനമായിരിക്കല്ലേ. നമ്മുടെ പ്രത്യാശ പുതുക്കാം, പ്രത്യാശ പുതുക്കാം. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. യേശുവിനെ സ്നേഹിക്കാം, കർത്താവിനെ സ്നേഹിക്കാം. നമ്മുടെ യേശു വരാറായി. പ്രത്യാശയോടെ മടങ്ങിപ്പോകാം, പ്രത്യാശയോടെ മടങ്ങിപ്പോകാം. ഇളകി മറിയും ആഴി പോലെ കരയും ഇളകി മറിയുന്ന കാലമിത്. ഇളകി മറിയും ആഴി പോലെ കരയും ഇളകി മറിയുന്ന കാലമിത്. സത്യത്തിന്റെ സാക്ഷികൾ
പോലെ കരയും ഇളകി മറിയുന്ന കാലമിത്. രോഗികളൊന്നായി രോഗമുണർന്നിടുന്നു. സത്യത്തിന്റെ സാക്ഷികൾ രോഗികളൊന്നായി രോഗമുണർന്നിടുന്നു. സത്യത്തിന്റെ സാക്ഷികൾ ഇളകി മറിയും പോലെ കരയും ഇളകി മറിയുന്ന കാലമിത്. 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 ഇളകി മറിയും പോലെ നാം ഇപ്പോഴായിരിക്കുന്ന ഈ ലോകം എപ്രകാരമുള്ളതെന്ന് ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മാവ് നമ്മോട് അരുളി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എത്രയും വേഗം നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യരാജ്യത്തെക്കുറിച്ചുള്ളതായ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഒരിക്കൽ അവൻ്റെ ശബ്ദം ഭൂമി ഇളക്കി, ഇനിയും ആകാശവും ഭൂമിയും ഇളക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജലപ്രളയം ലോകം നശിപ്പിക്കപ്പെട്ടു. ഭൂമിയെ അവൻ ഇളക്കി. ഈ ആകാശം ഭൂമിയും കൂടെ അതേ വചനത്താൽ ഇളകാൻ പോകുന്നു. നാം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു നിരാശ നിറഞ്ഞതായ നശ്വര ലോകത്തിലാണ്. ലോകത്തിൽ ആർക്കും തന്നെ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. ലോകത്തിൽ പലതും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷണഭങ്കുരമാണ്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു നിത്യമായ പ്രത്യാശ ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇളകാത്ത രാജ്യം നാം പ്രാപിക്കേണ്ടതിന് നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. ഒരു ആരാധന, ഒരു സത്യ ആരാധന ദൈവം നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം ഭയത്തോടും ഭക്തിയോടും ഈ സത്യാരാധനയിൽ തന്നെ ഉറച്ചു നിൽക്കാം. ഈ സത്യാരാധനയിലേക്ക് ഈ ദേശവാസികൾ അനേകരെ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷ യോഗത്തിലൂടെ ഇനിയും നിരാശയിൽ ആരെല്ലാം ആയിരിക്കുന്നു, പാപാന്തകാലത്തിലായിരിക്കുന്നു, സത്യാരാധന നഷ്ടപ്പെട്ട് വ്യർത്ഥമായ ആരാധനയിൽ മൂഢമായ മിഥ്യ ആരാധന ആയിരിക്കുന്നവരെ വിടിവിക്കുവാൻ മനസ്സിലുള്ള കർത്താവ് നമ്മോട് തിരുവചനത്തിലൂടെ സവിസ്തരമായിട്ട് അരുളി ചെയ്തിരിക്കുകയാണ്. അത് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അതേ ദൈവത്തിന് മനുഷ്യനായിരുന്ന പുത്രനായിരുന്നതിന് ആ മനുഷ്യനെ പിശാചിന്റെ മകനാക്കി തീർത്ത പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും നമ്മെ വിടുവിച്ച വീണ്ടും ദൈവത്തിന്റെ മക്കളാക്കുവാൻ നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്നു. നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്നതിന്റെ 8 കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് രാത്രികാലം ചിന്തിച്ചത്. ഈ അനുഭവങ്ങളെല്ലാം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ജീവൻ നഷ്ടപ്പെട്ടു പോയ നമുക്ക് നിത്യജീവൻ കർത്താവ് നൽകിയിരിക്കുകയാണ്. വിവേകം നഷ്ടപ്പെട്ട് മൃഗപ്രായന നമ്മെ കർത്താവായ യേശു ക്രിസ്തു ആ ദൈവികമായ ജ്ഞാനവും വിവേകവും തന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് സുവിശേഷത്താൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിച്ചം നഷ്ടപ്പെട്ട ഒരു വ്യത്യാസമില്ല. ദൈവദേശം നഷ്ടപ്പെട്ടു പോയ നമുക്ക് വീണ്ടും ആ ദൈവദേശം എന്ന ലോകത്തിന്റെ വെളിച്ചമാക്കി നമ്മെ വെച്ചിരിക്കുകയാണ്. അതേ നല്ല ദൈവിക സുഖത്തിലും ആരോഗ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ രോഗികളാക്കി തീർത്തു. പലവിധമായ രോഗങ്ങളാൽ മനുഷ്യൻ ഭാരപ്പെടുമ്പോൾ നമുക്ക് രോഗശാന്തി ആരോഗ്യം തന്നുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ട് അതേ ദുഷ്ടനായ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ സമാധാനം തന്ന നമ്മുടെ യേശു നമ്മെ ദിവ്യ സമാധാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ തിന്മ ജയിച്ചുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നന്മ ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവസാനമായിട്ട് മിഥ്യായ ആരാധന വിടുവിച്ച് സത്യാരാധനയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. യേശു ലോകത്തിൽ കടന്നു വന്നൊരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ശരീരമാകുന്ന സത്യസഭയിലൂടെ ഈ ദേശത്തിന് വെളിപ്പെടുത്തുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും അല്പസമയം കൂടെ സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ സത്യത്തിൽ ആത്മാവിലായ ആരാധനയിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ പ്രാപിക്കാം. നമുക്ക് മാത്രമല്ല, അതേ മോഷ്ടിക്കുവാനും അറുക്കാനും മുടിക്കുവാനും എന്ന സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സമൃദ്ധിയോ ജീവൻ നൽകുന്ന നല്ല ഇടയനാൽ നടത്തപ്പെടുന്ന സത്യ കൂട്ടായ്മയിലേക്ക് അനേകർ കടന്നു വരുവാനിടയായി തീരുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത അല്പസമയം നമുക്ക് മധ്യസ്ഥത ഇടിവിൽ നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്യാം, പ്രാർത്ഥിക്കാം. എല്ലാവരും സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.
ലോകരാജ്യം അസ്തമിക്കാറായി, സ്വർലോകരാജ്യം വേഗമേതാഗമിക്കാറായി. എല്ലാവരും പാവമില്ല പരിശുദ്ധന്മാരിടത്തിൽ വന്നവന്റെ, പരിശുദ്ധന്മാരിടത്തിൽ വന്നവന്റെ പാവനമരിക്കുന്ന ലോകരാജ്യം അസ്തമിക്കാറായി, സ്വർലോകരാജ്യം വേഗമേതാഗമിക്കാറായി. ലോകരാജ്യം അസ്തമിക്കാറായി, സ്വർലോകരാജ്യം വേഗമേതാഗമിക്കാറായി. പാപമില്ല പരിശുദ്ധ മാനവതി വന്നു തന്നെ, പാപമില്ല പരിശുദ്ധ മാനവതി വന്നു തന്നെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്ത് ലോകരാജ്യം അസ്തമിക്കാറായി, സ്വർലോകരാജ്യം വേഗമേതാഗമിക്കാറായി. 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 ജയം 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 ജയം. സദാൻ തോറ്റുപോയി, സദാൻ തോറ്റുപോയി, സദാൻ തോറ്റുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യമിതാ, ഇളകാത്ത രാജ്യമിതാ ദൈവം നിനക്കായി വാഗ്ദത്തം ചെയ്യുന്നു. ഓ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ഓ ലോകസ്ഥാപനം മുതൽ സ്ഥാപിച്ച രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാൽ നമുക്ക് അതിശ്രേഷ്ഠമായ രാജ്യം, സ്വർഗരാജ്യം മണവാട്ടിക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്ക് രാജ്യവും, അതെ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി മാറ്റിയ രാജാക്കന്മാരാക്കി, ആ രാജ്യത്തിലെ ഇളകാത്ത രാജ്യത്തിലെ നിത്യ രാജാക്കന്മാരാക്കി മാറ്റുന്ന അഭിഷേകം പ്രാപിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. അഭിഷേകത്താൽ നിന്നെ നിത്യരാജാവായി ഇളകാത്ത രാജ്യത്തിന്റെ രാജാവാക്കിയ ഭരണവും അധികാരവും തരുന്ന അഭിഷേകം. എല്ലാവരും ആത്മാവിനെ നിറയുക, അന്യഭാഷ സംസാരിക്കുക. ഓ അവൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ഉലകാത്ത രാജ്യത്തിലെ രാജാവായി യുഗം യുഗമായുള്ള നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി രാജാവായി അഭിഷേകം, അഭിഷേകത്തെ ഇപ്പോൾ പ്രാപിച്ചുകൊള്ളുക. അഭിഷേകം പ്രാപിക്കാത്തവരെ കാത്തിരുന്ന് പ്രാപിച്ചുകൊള്ളുക. പ്രാപിച്ചവർ അഭിഷേകത്തെ പുതുക്കിക്കൊള്ളുക. ലോകരാജ്യം അസ്തമിക്കാൻ പോകുന്നു. ലോകരാജാക്കന്മാർ ലജ്ജിച്ചു പോകാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ബല 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 ബല. ഹല്ലേലൂയ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂലക്കല്ലാണ്. അപ്പോസ്തലന്മാർ അതിന്റെ അടിസ്ഥാന കല്ലുകളാണ്. നമ്മെ ജീവനുള്ള കല്ലുകളായി പണിയുകയാണ്. അതേ നാം പ്രസ്താവിക്കുന്ന ആ ഭാവി ലോകം ഇളകാത്ത രാജ്യമാണ്. ദൈവം നിന്നെയും കൂടെ ഒരു ജീവനുള്ള കല്ലായിട്ട് ചേർത്ത് പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഹൃദയം കർത്താവിനായി കൊടുക്കുമെങ്കിൽ അതേ നീ ഭാഗ്യവാനായി മാറുകയാണ്. സൗഭാഗ്യേറിയ ഭാവി ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്. ജീവന്റെ പുസ്തകം തുറക്കപ്പെടുകയാണ്. നിന്റെ പേരതിൽ ഇന്ന് രാത്രികാലം എഴുതുകയാണ്. നിന്റെ പാപമംഗലമായ ജീവിതത്തെ അവൻ മാറ്റുകയാണ്. അതേ നിന്റെ ഇരുളായ ജീവിതത്തെ മാറ്റിയിട്ട് നിന്നെ വെളിച്ചമാക്കി മാറ്റുകയാണ്. എത്ര പേര് ഹൃദയം കർത്താവിനായിട്ട് കൊടുക്കും? ഹൃദയം തുറക്കുക. ഇന്ന് രാത്രി ഹൃദയവാതികൾ കെട്ട വചന പ്രകാരം അതേ കർത്താവ് നിന്റെ ഹൃദയവാതികൾ മുട്ടിക്കൊണ്ടിരിക്കുക. ഹൃദയവാതിൽ തുറക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന വലിയ ഭാവികാല പ്രത്യാശ നമ്മുടെ ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം നാം കാണുമ്പോൾ ഇനി അധികം സമയമില്ല. ലോകശാസ്ത്രജ്ഞന്മാർ പ്രകാരം വിലയിരുത്തുകയാണ്. ലോക സംഭവങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം കണ്ടിട്ട് മനുഷ്യനെ ഒളിക്കുവാനോ രക്ഷപ്പെടാനോ ഒരു സ്ഥലവുമില്ലാതെ വണ്ണം മഹാബലി വിപത്തിലേക്ക് മാനവരാശി മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നതാണ് അവർ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഒരു മാർഗം കർത്താവായ യേശു തുറന്നിരിക്കുകയാണ്.
തന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഒളിക്കുവാൻ, രക്ഷപ്പെടുവാൻ, അതേ അവൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം തന്നിരിക്കുകയാണ്. ആ ചിറകടിയിലേക്ക് നമുക്ക് വരാം. അതേ സത്യാരാധനയിലേക്ക് വരുന്നവർക്ക് ആ ചിറകടിയിലേക്ക് വരാൻ കഴിയും. മിഥ്യമായ ആരാധനയെ വിട്ട് സത്യത്തിലാൽമുള്ള ആരാധനയിലേക്ക് വരുന്നവർക്ക് അല്പസമയം ദൈവം ശേഷിപ്പിച്ചിരിക്കുകയാണ്. ആ ഭാഗ്യ ദൈവമക്കൾക്ക് ലഭിച്ചു. നമുക്ക് ലഭിച്ച ഭാഗ്യം ഈ ദേശവാസികൾക്കൂടെ ലഭിക്കണം. അതിനാണ് നാം ചിലവിടുന്നത്, ചിലവായി പോകുന്നത്. അതേ സുവിശേഷ പ്രസംഗം, യോഗം, അതേ ദൈവം നിശ്ചയമായിട്ടും അനേകരെ ആ സത്യാരാധനയിലേക്ക് കൊണ്ടുവന്ന് അതേ അത്യുന്നതിന്റെ മറവിൽ സർവശക്തനെങ്കിൽ പാർത്തുകൊണ്ട് ഇളകാത്ത രാജ്യത്തിന് യോഗ്യരാക്കി തീർക്കാൻ പോവുകയാണ്. അല്പസമയം കൊണ്ട് ദൈവാത്മാവിന് നമുക്ക് ഇടം കൊടുക്കാം. ഹല്ലേലൂയ. ആഴിയും ഭൂമിയും ആകാശവും എല്ലാം ഇളകി മറിയുമ്പോൾ അത്യുന്നതിന്റെ മറവിൽ വസിച്ച് സർവശക്തനിൽ പാർക്കുന്നവർക്ക് ഇളകാത്ത രാജ്യം ലഭിക്കുന്നുള്ള പാട്ടിന്റെ അടികൾ ഇപ്പോൾ പാടി അല്പസമയം നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കാം. സർവശക്തൻ നിർഭയം അത്യുനാഥൻ മറവിൽ വസിച്ച് സർവശക്തൻ നിർഭയം ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ സേവിച്ചിടാം. സ്വർപ്പുറം നമുക്ക് സ്വന്തമേ. 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 ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ സേവിച്ചിടാം. ഇളകിടാത്ത രാജ്യം പ്രാപിച്ചിടുവാൻ ഭയഭക്തിയോടെ സേവിച്ചിടാം. സ്വർപ്പുറം നമുക്ക് സ്വന്തമേ. ഇളകിടാത്ത രാജ്യം അടച്ചു വെച്ചിട്ടില്ല, നീ പ്രവേശിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന ദിവസമായി തീരട്ടെ. ഹൃദയം കർത്താവിന് തുറക്കപ്പെടുക, ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവിന്റെ രക്ഷകനെ ഏറ്റു പറയുക, കർത്താവ് ഏറ്റു പറയുക, ആ രാജ്യത്തെ ഏറ്റു പറയുക. ദൈവമേ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ രാജ്യം നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ആത്മാവിൽ നീ ആരാധിക്കുമ്പോൾ ആ സ്വർഗരാജ്യം നിന്നിലേക്ക് വരികയാണ്. നീ സ്വർഗരാജ്യത്തിലായി തീരുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ പരീക്ഷയിൽ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്ന പോലെ ഞാൻ എൻ്റെ രാജ്യം നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. അത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സഭയോട് പറയുകയാണ്. അവന് മഹത്വത്താലും വീര്യത്താലും വീണ്ടെടുത്ത് പോറ്റി പുലർത്തപ്പെടുന്നതായ ആ മഹത്വമുള്ള സകലത്തിനെ നിറയ്ക്കുന്നവനെ നിറവായിരിക്കുന്ന തിരുസഭയോട് അരുളി ചെയ്യുകയാണ്. അതേ രാജ്യം ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. അതേ ഇളകാത്ത രാജ്യം, നിത്യരാജ്യം, സ്വർഗരാജ്യം, പുതിയരിശലേം, സ്വർഗസിയോൻ കർത്താവ് നമുക്ക് നിയമിച്ച് തരുന്ന വാഗ്ദത്തം ഇന്ന് രാത്രി കാലം എല്ലാവരും പ്രാപിച്ചു കളയണം. ആർക്കത് നഷ്ടപ്പെടരുത്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം പറഞ്ഞുകൊണ്ട് ആ നിത്യരാജ്യത്തിൽ പാർക്കുവാൻ, നാം നമ്മോടുകൂടെ പാർക്കുവാൻ, നാം നമ്മുടെ ദൈവത്തോട് പാർക്കുവാൻ നമ്മുടെ കർത്താവ് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ പാടിയത്. ലോകസ്ഥാപനം മുതൽ നിർണയമായ ദിനം വേഗമാകമാണ്. കാന്തേരുക്കം പൂർണ്ണമാകും. അതേ കാന്തൻ വരവ് ശീഘ്രമാകും. അതേ ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നിർണയിച്ചൊരു ദിവസം, അത് ആ ദിവസത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. യോഗസ്റ്റ് മാസം 27-ാം തീയതി എന്തിനു വേണ്ടി? ആ ദിവസത്തിന് വേണ്ടി എന്നെ നിങ്ങൾ ഒരുക്കാൻ വേണ്ടിയാ. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും ഈ ദിവസം? ആ ദിവസം വരുമ്പോൾ നീ ലജ്ജിച്ചു പോകരുത്. ആ ദിവസം വരുമ്പോൾ നീ തള്ളപ്പെട്ടു പോകരുത്. ആ ദിവസം വരുമ്പോൾ നീ നിത്യ നരകത്തിൽ തള്ളപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ സുവിശേഷ യോഗം. ഒരുക്കൊള്ളുക. ആ നാൾ വരാൻ പോകുന്നു. ഹല്ലേലൂയ,
ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം, ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം വേഗമിങ്ങാഗമിച്ചിടുന്നു. ആനന്ദ ജീവിതത്തിനാഗമിച്ചിടുന്നു. ആനന്ദ ജീവിതത്തിനാകെ ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം, ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം വേഗമിങ്ങാഗമിച്ചിടുന്നു. ആനന്ദ ജീവിതത്തിനാകെ വേഗമിങ്ങാഗമിച്ചിടുന്നു. ആനന്ദ ജീവിതത്തിനാകെ ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം, ലോകസ്ഥാപനത്തിൻ മുൻ നിർണയമായ ദിനം വേഗമിങ്ങാഗമിച്ചിടുന്നു. ആനന്ദ ജീവിതത്തിനാകെ 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 മണവാട്ടിയായി വിശുദ്ധന്മാരുടെ സഹപൗരനായി ദൈവത്തിന്റെ ഭവനക്കാരനായി യുഗയുഗമായി ഇളകാത്ത രാജ്യത്തിൽ വാഴുന്ന പ്രത്യാശയാൽ ആരാധിച്ചുകൊള്ളുക. ആമേൻ, ആമേൻ, ആമേൻ. അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആ പ്രത്യാശയുള്ളവർ അടങ്ങിയിരിക്കുകയില്ല. അവർ മിണ്ടാതിരിക്കുകയില്ല. അവർ ആരാധിക്കും, സ്തുതിക്കും. ഓ, നിത്യതയ്ക്ക് വേണ്ടി ആ പളുങ്കു നദി തീരത്ത് ആ സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്തെരുവിൽ മണവാളനോടുകൂടെ പാടി ഉലാവുവാൻ ഉള്ള സന്തോഷത്താൽ ഇപ്പോൾ ആരാധിക്കട്ടെ. ശിവലകട ഹൗദരബ ക്ഷീരവനക ധിരമനക ശലബലകതരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദികാലത്ത് തന്റെ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ നിർണയം തന്റെ തിരുസഭ മുഖാന്തരമായി കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഭൂമിയെ മുഴുവനും ശത്രുവായ സാത്താൻ വഞ്ചനയിലൂടെ ചതിൽ ഇളക്കി മറച്ചെങ്കിലും നമ്മുടെ യേശു ഒടുക്കത്തെ ആദാമായ ലോകത്തിലേക്ക് വന്ന് മനുഷ്യ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തന്ന് അവൻ ഇളകാത്തൊരു രാജ്യം സ്ഥാപിച്ച് അതേ നമ്മെ അവിടുത്തെ നിത്യമായ ആ അവകാശികളാക്കുന്ന ഈ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ യേശുവിനെ ഇതുവരെയും രക്ഷിതാവായി സ്വീകരിക്കാത്തവരായി, യേശുവെ കണ്ടെത്താത്തവരായി, പാപത്തിന്റെ താൽക്കാലിക ഇൻപങ്ങളിൽ കുടിമുങ്ങി മൃഗപ്രായരായിട്ട് വിവേകമില്ലാത്തവരായി നിത്യതരകത്തിലേക്ക് പോകുന്ന അനേകർക്ക് ഈ വലിയ ഭാഗ്യത്തിലേക്ക് വരുവാൻ ഈ വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തെ ആത്മാർത്ഥത്തിലും പാടി ആരാധിപ്പാൻ നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ, നിരാശ നിറഞ്ഞ ദുഃഖം നിറഞ്ഞ ഇരുൾ നിറഞ്ഞതായ ഒരു ജീവിതം എപ്രകാരം മഹത്വമുള്ള പ്രകാശമുള്ള അനുഗ്രഹീതമായ ഒരു ജീവിതമായുള്ള മനോഹരമായ ഒരു സാക്ഷ്യം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ സ്ഥിരമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് നമ്മെ അറിയിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇന്നേകളുടെ രക്ഷാദിവസമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. തിരുസഭയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ പാട് നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നാളത്തെ ദിവസത്തെ മീറ്റിംഗിനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇളകാത്ത ആത്മീയ രാജ്യത്തെയും നിത്യരാജ്യത്തെയും ഇനിയും നമുക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് വചനറിയിപ്പാൻ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇനി ആയിരങ്ങൾ പ്രയോജനപ്പെടുത്താനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലായിടത്തും നടത്തപ്പെടുന്ന എല്ലാ കൂടികളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. എല്ലാ മഹത്വമാനവും കർത്താവിനെ അർപ്പിച്ച സ്തോത്രം ചെയ്യാം. സ്തോത്രം. ശ്രീയേക ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. വേഗം വന്നമേ ചേർത്ത് കൊള്ളേണ്ടതിനായി സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന സന്ധ്യാസമയത്ത് കർത്താവെ ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നിരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്നകർക്കായി സ്തുതി. അങ്ങനായി ഈ സമയം കർത്താവ് നിശ്ചയിച്ചതിനെ അനുസരിക്കുകയും സുവിശേഷ പ്രസംഗം നടത്തുവാൻ കർത്താവ് അനുവദിച്ച ഞങ്ങളുടെ വാഴ്ത്തു നിർത്താൻ ഈ ദേശത്തെ സ്നേഹിച്ച് ദേശവാസികളെ സ്നേഹിച്ച് ഞങ്ങളെല്ലാം സ്നേഹിച്ച് കർത്താവ് ഈ ദേശത്ത് ഇങ്ങനെ ഒരു സുവിശേഷ പ്രസംഗം നടത്തുവാനായി ഞങ്ങൾക്ക് അവസരം തന്നകർക്കായി സ്തുതിക്കും. ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ കർത്താവ് ഇവിടെ കടന്നു വന്നതിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിനാണ് സ്തുതിക്കുന്ന കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേര് എവിടെ കടന്നു നല്ല വെള്ളം മധ്യ
കടന്നൊരാളുടെ വാഗ്ദത്തം ഇന്ന് രാത്രികാലം കർത്താവ് ഇവിടെ നിറവേറ്റിയാണ് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം. കടന്നു ഞങ്ങൾ ആത്മീയ ഗീതങ്ങൾ പാടി സന്തോഷിപ്പാനും ഇടപെട്ടിയ പുതുക്കാൻ തന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്ന അവസാന കാലത്ത് ഭാഗ്യപതയിലാണ് ഞങ്ങൾക്ക് തന്നോർത്ത് അതിനെ വായിച്ചു നേരത്തായ യഥാർത്ഥമായ സത്യം ഗ്രഹിച്ച് തത്വസന്ധമായി ജീവിപ്പാത്ത കടകൾക്ക് എല്ലാം തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവ് രാത്രികാലം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ നിയമങ്ങൾക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ഇത്രത്തോളം എൻ്റെ പാതയുടെ തിരുപ്പ് എല്ലാവരെയും സഹായിച്ചല്ലോ കർത്താവ്. എന്തെല്ലാം ഇതാ ഭാരമായി കടന്നു വന്നെങ്കിൽ ആ ഭാരമെല്ലാം ഒഴിയപ്പെട്ടവരായി കടന്നു പോകത്തക്കത്തിൽ കർത്താവ് ഇന്ന് രാത്രികാലം ഇടപെട്ടതിനാണ് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം. ജീവനുള്ള ഒരു സാക്ഷിയെ കർത്താവ് എന്നെപ്പറ്റിയാണ് സ്തുതിക്കുന്നത്. കർത്താവ് സാക്ഷി മഹർജമായ ഭാഗത്തുനിന്ന് എൻ്റെ മോനിൽ നിറവേറ്റി കൊടുത്ത് സഹായിച്ചുകൊള്ളാനായി പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവ് ദേശവാസികളോട് കർത്താവ് ഇടപെട്ടതിനാണ് സ്തോത്രം. സംസാരിച്ചതിനാണ് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ഇളകുന്ന രാജ്യം ഇളവാത്ത രാജ്യത്തെക്കുറിച്ച് രാത്രികാലം സ്ഥലത്തിനായി കർത്താവിൻ്റെ ആശയം കൂടെ കേൾപ്പത്തിനാണ് സ്തുതിക്കുന്നത്. അയ്യാൽ കർത്താവ് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതിനുകൊണ്ട് നന്ദിയുള്ളവരായി ഞങ്ങൾ എൻ്റെ സന്നി കാണപ്പെടാൻ സഹായിക്കണമേ. ഇളകാത്ത രാജ്യത്തെ വാസികളായി തീരാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചവരോട് സ്തുതിക്കുന്നു. ആകയാൽ ഞങ്ങൾ ആ ഇളകാത്ത രാജ്യത്തിൽ നിർമ്മിച്ച് വാഴത്തക്ക ഞങ്ങളെല്ലാം ഒരുക്കിക്കൊള്ളാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം എല്ലാം നശ്വരമാകുന്നല്ലോ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നല്ലോ. എന്നാൽ എല്ലാത്തിനും കഴിവും ഇളക്കമുള്ള സമയം വരുന്നല്ലോ കർത്താകയാൽ അനുമുൻപ് ഞങ്ങൾക്കെല്ലാം ഈ സത്യം ഗ്രഹിപ്പിച്ച് ഞങ്ങളെ ഗ്രഹിപ്പിച്ച് കർത്താവ് ഈ സത്യത്തിൽ കൊണ്ടുവന്ന് ഇത്രത്തോളം നിലനിർത്തകരോട് സ്തുതിക്കുന്നു. ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്ന എല്ലാ അനുസരണമായി ജീവിപ്പാൻ നിൽക്കണം. കർത്താവ് സഹായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന രാത്രികാലം തിരുവനന്തപുരത്തിന് ആഴമേറിയ സത്യങ്ങളെല്ലാം ഇത് രാത്രികാലം എൻ്റെ ദാസനെ ഈ ദേശത്തോട് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നു. ഇനി ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരാൻ സഹായിക്കണമേ. കേട്ട വചനം ആർക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരണ്ടേ, ആർക്ക് നാശത്തിന് കാരണമായി തീരാവണം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ വചനം വെച്ച് ന്യായം വിധിക്കുക ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയുവാൻ ദേഹാതവണം. കേട്ട വചനത്തെ അനുസരണമായി ജീവിതം നയിച്ച് താൻ്റെ വരന് വേണ്ടി ഒരുക്കാൻ നൽകണം. കേൾക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു ഏറ്റവും ആസന്നമായല്ലോ. ആകയാൽ ആരും കൈവിടപ്പെട്ടു പോകാന് ഏവരും കർത്താവിൻ്റെ മൊത്തപ്രസിദ്ധി കാണപ്പെടാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് നിങ്ങളതിൻ്റെ കരങ്ങളിലേക്ക് എൽപ്പം കൂട്ടത്തെല്ലാം നടത്തുവാനോ ദാസന്മാരെല്ലാം ബലപ്പെടുത്തി ശക്തിയല്ലോ. ഇനി ആവശ്യമായ ഗുരുവത്തെ സഹായിക്കണമേ. ഏത് സമയത്ത് കർത്താവ് പ്രത്യക്ഷമായി ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഒരുമിച്ച് കാണപ്പെടുവാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സന്തോഷമുള്ള എല്ലാവരും കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ യേശു മുഖാന്തരം എപ്പോഴും നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോട് സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ ഒരു ഊരിയിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.